ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ മായാത്ത മഷിയിൽ ഒരു സത്യം കുറിച്ചിട്ടു. നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടാവുന്നു. ദൈവം തൂണിലും തുരുമ്പിലും മാത്രമല്ല. ആ കാലത്ത് ടാറിട്ട റോഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് പുരാണത്തിൽ എഴുതാത്തത്. ദൈവം ടാറിട്ട റോട്ടിലും പ്രത്യക്ഷപ്പെടും. അങ്ങനെ നമ്മുടെ സാധാരണ ദൈവമൊക്കെ പ്രത്യക്ഷപ്പെടാറ് ഒരു പ്രാവശ്യം വരും, എന്നിട്ട് പോകും. ഇതങ്ങനെയല്ല. ഞാനായിട്ടുള്ള ഈ ഭക്തരെ അന്വേഷിച്ച് ഈ ദൈവം ഇതിനേക്കാളും മുമ്പ് 2 or 3 പ്രാവശ്യം വന്നു. ഇന്നും അദ്ദേഹം എൻ്റെ അടുക്കൽ, ഈ ദൈവം എൻ്റെ അടുക്കൽ വന്നു. അതാ പറഞ്ഞത്, ദൈവം ചിലപ്പോൾ വാസുവിൻ്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടും. ഇന്നസെന്റ്, ഇങ്ങ വാ. என்ன 3 மாசம் தானே அரியஸ். தா இதோட சேர்த்து 3 மாசம் அட்வான்ஸ் வச்சுக்கோ. என்ன இன்னசென்ட், பெரிய கோல் ஏதாவது கிடைச்சிருக்கா? கிடைச்சிருக்க. ஒரு தமிழ் படம் ஹீரோ ஆയി. அடடடடடடா, என்ன பேரு படத்துக்கு? அன்புள்ள வாசு. அழகான பேரு. சுவாமி, ஒரு காரியம் ஞாபகம் வச்சுக்கோ. பணம் இன்னைக்கு வந்துடும், நாளைக்கு போயிடும். ஆனா உள்ள உண்மையான பாசம் இருந்தா അത് എന്നേക്കും ഇരുന്നിടും. ரொம்ப കറക്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ലോഡ്ജ് ഉടമയ്ക്ക് എന്നോടൊരു ബഹുമാനം. വേറൊന്നുമല്ല, കൊടുക്കാനുള്ള കാശ് മൊത്തമായിട്ട് വാടക കുടിശ്ശി കൊടുത്തു. മാത്രമല്ല, ഇനി 2 മാസത്തെ അഡ്വാൻസ് വേണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ റൂം ബോയ്സിനും അതുപോലെ തന്നെ എന്നോട് ഒരു ഭവ്യത. സാമി പറഞ്ഞു, ഉങ്ക മാതിരി നല്ല ഫാമിലി ആളുകൾ ഇരുന്നാൽ നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു, അത് താൻ സാമി പാത്തിട്ട് കൊടുക്കണം റൂംസ്, അത് താൻ നല്ലത് സാമി. മുനിയപ്പ, പോയി സെക്കൻഡ് ഷോ ഫിലിം പാക്കടാ. எனக்கு அப்பவே தெரியும்டா, இன்னசென்ட் ஒரே ஒரு ஆள் தான் கரெக்டான டீசென்ட் ஆளு. ஆமா ஆமா, போய் வேலை பாருடா. சரி சார். வந்துட்டாரு. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ അവരുടെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. അന്ന് എൻ്റെ കൂടെ സംവിധായകനായ ശ്രീ അമ്പിളി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പിളി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, അഷ്ടപതി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കതിനകത്തൊരു ക്യാരക്ടർ വേണം. ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി ഞാൻ പല നടന്മാരെയും ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു. പക്ഷേ അങ്ങനെയുള്ള ഒരു നടനെ ഒരിക്കലും ഇന്ന് കാണുന്ന നടന്മാരാരും പോരാ. അങ്ങനെ അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നടനെ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ വിചാരിച്ച് യാത്ര ചെയ്യുമ്പോൾ കൊടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആൽത്തറയുടെ ചുവട്ടിൽ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഒരാളിരിക്കുന്നതുണ്ട്. ഉടനെ അമ്പിളി പറഞ്ഞു, കാറ് നിർത്ത്, എനിക്ക് വേണ്ട, ഈ എൻ്റെ അഷ്ടപതിയിൽ ചെയ്യേണ്ട റോള് ചെയ്യേണ്ട ആ നടനെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടിയിറങ്ങുകയും ആ നടൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു.